നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അത്തം നക്ഷത്രത്തെ കുറിച്ചാണ്. അത്തം നക്ഷത്രക്കാരുടെ 2026 വർഷം മാർച്ച് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഫലങ്ങളെക്കാൾ ഉപരി ഇവർക്കുണ്ടാകാൻ പോകുന്ന ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ പറ്റിയും അത് എങ്ങനെ നേരിടണമെന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വസ്ത്രലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സമ്മാനമായിട്ട് വസ്ത്രങ്ങൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ആഗ്രഹിച്ച വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇഷ്ട ഭക്ഷണ ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. ഭക്ഷണഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നതാണ്. കൂടാതെ മറ്റൊരു പ്രധാന കാര്യം പ്രണയസാഫല്യം ഇവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരുപാട് കാലമായിട്ട് ഒരു പ്രണയത്തിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയും ഒരാളെ പ്രണയിക്കുകയും ആ ആളുമായിട്ട് നിങ്ങൾക്ക് പ്രണയത്തില് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയുന്നതാണ്. ഇത് വിവാഹത്തിൽ വരെ കലാശിക്കാൻ കഴിയുന്ന ഒരു ബന്ധമാണ്. അതുപോലെ തന്നെ സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. വളരെ നല്ല സമയങ്ങളാണ് അത്തം നക്ഷത്രക്കാർക്ക് വരുന്നത്. ബിസിനസ്സിലൊക്കെ വളരെ മുന്നേറ്റമാണ് കാണുന്നത്. സ്വയം തൊഴിലിന് വേണ്ടി ലോണുകളൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. കോടതി വ്യവഹാരങ്ങളൊക്കെ ഉള്ളതില് തീർപ്പാകുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വിജയമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വസ്തു സംബന്ധമായിട്ടുള്ള അതിർത്തി തർക്കമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. പോലീസ് കേസൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ രാജിയാവുന്നതാണ്. എന്തുകൊണ്ടും ഈ മാർച്ച് 1 മുതൽ ഉള്ള സമയങ്ങളിൽ അത്തം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ്. എന്നിരുന്നാലും 9, 10 തീയതികളിലൊന്ന് ശ്രദ്ധിക്കണം. ജലത്തോടും അഗ്നിയോടും അനുബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതിൽ നിന്ന് ചെറിയ അപകടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധയോടെ പോയാൽ മതിയാകുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ കഴിയാത്ത ചില കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ കൊടുത്തു തീർക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഴജന്തുക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്നത് അതിന്റെ പരിരക്ഷയോടുകൂടി തന്നെ പുറത്തിറങ്ങുക. ഇഴജന്തുക്കളുടെയൊക്കെ ഉപദ്രവം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ പുതിയ ലക്ഷ്യത്തിലേക്കൊക്കെ പ്രയാണം ചെയ്യുന്ന ഒരു സമയമാണ്. അതിനായിട്ട് പല മാർഗങ്ങളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതുമാണ്. ചില അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതാണ്. ഷെയർ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കുന്നതാണ്. ബിസിനസ് പരമായിട്ട് നിങ്ങൾ ഈ സമയത്ത് എന്ത് ചെയ്താലും വളരെ ഉന്നതിയാണ് കാണുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് നല്ല മുന്നേറ്റമാണ്. പരീക്ഷാധികാരികളിലൊക്കെ നല്ല വിജയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പരിശ്രമിച്ചോളുക. തീർച്ചയായിട്ടും നല്ലൊരു വിജയം നിങ്ങളെ തേടിയെത്തുന്നതാണ്. സാമ്പത്തികപരമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ വളരെ നേട്ടമാണ് കാണുന്നത്. സമ്പത്ത് നിങ്ങൾക്ക് ഒന്നിലധികം വഴികളിലൂടെ വരുന്നതായിട്ടാണ് കാണുന്നത്. ചെറിയ ചെറിയ സൗഭാഗ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു വസ്ത്ര ലാഭത്തെക്കുറിച്ച്. വസ്ത്രവും നിങ്ങൾക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്കൊരു സമ്മിശ്ര ഫലമാണ് ലഭിക്കുന്നത്. പരിശ്രമത്തിന് അനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് ആരോഗ്യമൊക്കെ മോശപ്പെട്ട് കിടന്നവരുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ചെറിയ ആശ്വാസമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. എന്നിരുന്നാലും ഉദരസംബന്ധമായിട്ടുള്ള രോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായിട്ടുള്ള രോഗമൊക്കെ നിങ്ങളെ പിടിപെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങള് ആദ്യമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം നല്ലതായിട്ട് വരുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയം, ഉത്കണ്ഠ, ആദി ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതൊക്കെ ഒഴിവാക്കി എല്ലാം നന്നാകും എന്നുള്ള രീതിയിൽ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ചില വഞ്ചനകളൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നതാണ്. ദൈവ അനുഗ്രഹം വളരെയധികം നിങ്ങൾക്കുള്ള ഒരു സമയമാണ്. മറ്റൊരു പ്രധാന കാര്യം, സർക്കാർ ജോലിയിലേക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഇന്റർവ്യൂ പരീക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ എഴുതുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ സമയം തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. വിദേശത്തുള്ളവർക്കും വളരെ നല്ലൊരു സമയമാണ്. തൊഴിൽപരമായിട്ട് തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്തൊന്ന് ശ്രമിക്കാവുന്നതാണ്. നമ്മൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ
നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന അവസരങ്ങളാണ്. ഈ അവസരങ്ങളെ നമ്മൾ കാണാനും അത് വേണ്ട രീതിയിൽ നമ്മളിലേക്ക് വന്നു ചേരാനുമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, കർമ്മം ചെയ്യുക എന്നുള്ളത്, അതായത് നമ്മളുടെ പ്രവൃത്തി നമ്മൾ ചെയ്യുക. കൂടാതെ ഭാഗ്യം എന്നൊരു സംഭവം നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം വേണം. ഈ ഈശ്വരന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. നിങ്ങൾ ഏത് ദൈവത്തിലാണോ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനെയും മതത്തിനെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. കൂടാതെ മറ്റൊരു കാര്യം നമ്മൾക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാവരും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം പുറപ്പെടുവിക്കുന്ന നമ്മുടെ ശബ്ദം അത് എന്താണോ അതിന്റെ പോസിറ്റീവ് എനർജി അനുസരിച്ചിരിക്കും നമ്മളുടെ അന്നത്തെ ദിവസത്തെ ഒരു ജീവിതചര്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉണരുന്ന ഉടനെ നമ്മളുടെ ഇഷ്ടദൈവത്തിന്റെ മന്ത്രമോ പ്രാർത്ഥനയോ ഒക്കെ പേരോ ഒക്കെ ജപിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഒരു 7 തവണയെങ്കിലും ഇത് ഉരുവിടാൻ ശ്രമിക്കുക. അത് ശബ്ദത്തോടു കൂടി തന്നെ ഉരുവിടാൻ ശ്രമിക്കുക. ഒരുപാട് വലിയ ശബ്ദമൊന്നും വേണ്ട, എങ്കിലും ശബ്ദത്തോടെ ഉരുവിടാൻ ശ്രമിക്കുക. കൂടാതെ മറ്റൊരു കാര്യം കൂടി ചെയ്യുക. ആർക്കെങ്കിലും അന്നദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരാൾക്കെങ്കിലും ചെയ്യുക. അന്നദാനം സ്വീകരിക്കേണ്ട ആളെ നിങ്ങൾ കൃത്യമായി കണ്ടെത്തിയിരിക്കണം. വെറുതെ ഒരാൾക്ക് വിളിച്ച് ഭക്ഷണം കൊടുത്താൽ അത് അന്നദാനമാവില്ല. അപ്പോൾ ഇത്രയും കാര്യമൊക്കെ അത്തം നക്ഷത്രക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം വളരെ സന്തോഷകരവും സുഖകരവുമായി മാറുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.